നമ്മുടെ വാട്സാപ്പിന്റെ താഴെ പുതിയതായിട്ട് ഒരു ഐക്കൺ കൂടി വന്നിട്ടുണ്ട്. ഒരു വട്ടത്തിലുള്ള ഒരു ഐക്കൺ. ഈ ഒരു ഐക്കണാണ് മെറ്റ എ ഐ. എന്തേ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് മെറ്റ എ ഐ യൂസ് ചെയ്യാൻ സാധിക്കുക എന്താണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. മെറ്റ എ ഐനെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ചാറ്റ് ജി പി ടി ആണ്. ചാറ്റ് ജി പി ടി ഓപ്പൺ എയുടേതാണ്. അതേസമയം മെറ്റ എ എന്ന് പറയുന്നത് മെറ്റയുടെയാണ്, അതായത് ഫേസ്ബുക്കിൻ്റെയാണ് മെറ്റ എ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മൊബൈലിൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ബോട്ടം റൈറ്റിൽ ന്യൂ ഗ്രൂപ്പിൻ്റെ ബട്ടൻ്റെ തൊട്ട് മുകളിലായിട്ട് പുതിയൊരു ഐക്കൺ വന്നിട്ടുണ്ട്. ഇതാണ് മെറ്റ എ ഐ എന്ന് പറയുന്നത്. ഈ ഒരു ഐക്കൺ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് എങ്ങനെ മെറ്റ എ ഐ ആക്സസ് ചെയ്യാമെന്ന്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റ എ ഐ ആക്സസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മെറ്റ എ ഐ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് ജി പി ടി ഒക്കെ അറിയാമല്ലേ. നമുക്ക് ഓപ്പൺ എയുടെ ചാറ്റ് ജി പി ടി പോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഒരു എ ഐ ആണ് മെറ്റ എ ഐ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് കാണുവാൻ സാധിക്കും ആസ്ക് മെറ്റ എ ഐ എനിത്തിങ് എന്ന്. ഇവിടെ നമുക്ക് ഇങ്ങനെ കുറേ പ്രീമെയ്ഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ ഹായ് എന്ന് കൊടുക്കുകയാണ്. ഹായ് എന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്കതാ ഇവിടെ ഒരു ചെറിയൊരു പാരഗ്രാഫ് ഹായ് നമ്മളോട് തിരിച്ച് ഒരു റിപ്ലൈ വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു മെസ്സേജ്, നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്, ഞാൻ ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമുക്കിതാ ഇവിടെ ഓൺ ദ സ്പോട്ട് ഫോട്ടോസിന്തസിസിൻ്റെ ഡെഫിനിഷനും പരിപാടിയും എല്ലാം നമുക്ക് തന്നു കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് നമ്മുടെ ഹോംവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഒരു ചാറ്റ് ജി പി ടിയോട് ചോദിക്കുന്നത് പോലെ തന്നെ നമുക്ക് മെറ്റ എ ഐയോട് ചോദിക്കാവുന്നതാണ്. നമുക്കിനി ഹൂ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് ജസ്റ്റ് മെറ്റ എ ഐയോട് ഒന്ന് ചോദിക്കാം. ദ കറണ്ട് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് നരേന്ദ്രമോദി എന്ന്. ഇത് മെറ്റ എ ഐ എടുത്തിരിക്കുന്നത് വിക്കിപീഡിയയിൽ നിന്നാണ്. അതുകൊണ്ടാണ് വിക്കിപീഡിയയുടെ റെഫറൻസ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മളിത് ആ ഒരു വിക്കിപീഡിയയുടെ ആ ഒരു റെഫറൻസിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സ്ട്രെയിറ്റ് പോകാൻ പോകുന്നത് വിക്കിപീഡിയയിലോട്ടാണ്. ഇനി നമുക്ക് അടുത്തത് ഒരു ഫുഡിൻ്റെ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ മലയാളികൾക്ക് ഫുഡിനോടൊക്കെയുള്ള താല്പര്യം വളരെ കൂടുതലാണ്. അപ്പം ആ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റ എ ഐയോട് ചോദിക്കാം. ഹൗ ടു മേക്ക് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എന്നാണ്. സോ നമുക്കിനി ഈ ഒരു മെസ്സേജ് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് പറയുന്നു, ഇൻസ്ട്രക്ഷൻസ് പറയുന്നു, ആൻഡ് നമുക്ക് അതിനുശേഷം എൻജോയ് യുവർ ഡെലീഷ്യസ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. സോ ടിപ്സ് വരെ അടക്കം പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു റെസിപ്പി നമുക്ക് തരുന്നത്. വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഏറ്റവും ആദ്യമേ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ഇൻസ്ട്രക്ഷൻസ് പറയുന്നു. ആൻഡ് നമുക്കിതാ നമ്മുടെ റെസിപ്പി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എന്തെങ്കിലും മാത്സിൻ്റെ ക്വസ്റ്റ്യൻസോ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. സോ ഞാൻ ഇവിടെ വാട്ട് ഈസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെറുതെ ചോദിക്കുകയാണ്. സോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലത്തെ ബ്രാക്കറ്റും പരിപാടിയൊക്കെ ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ വെറുതെ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ ബ്രാക്കറ്റും അതേപോലെ തന്നെ ടോപ്പിലോട്ടുള്ള ആരോയും അതും ഇതും ടൂവും ഒന്നും ഇടാൻ പോകണ്ട. വാട്ട് ഈസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെറുതെ ഒന്ന് സെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കിതാ ഇവിടെ വരുന്ന കാണാൻ സാധിക്കും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതിനുശേഷം നമുക്കൊരു എക്സാമ്പിൾ അവിടെ തരുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് ഫോർമുല അടക്കം നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. 10 + 10 എത്രയാണെന്ന് നമുക്ക് ചോദിക്കാം. ദ ആൻസർ ടു 10 + 10 ഈസ് 20 എന്ന് നമുക്കവിടെ വരുന്നുണ്ട്. സോ എത്ര പെട്ടെന്നാണ് ഇവിടെ ആൻസേഴ്സ് വരുന്നത് നോക്കാം. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് മെറ്റ എ ഐ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇവിടെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് എ റോബോട്ട് സിറ്റിംഗ് വിത്ത് എ ഗ്രാൻഡ് മദർ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഞാനൊരു സിമ്പിൾ പ്രോംപ്റ്റാണ് ഇവിടെ കൊടുത്തത്. നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് അനദർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇമേജ് മെറ്റ എ ഐ
ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾക്ക് വേണ്ടിയിട്ട്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ട്യൂട്ടോറിയൽസിനായിട്ട് ചോദിക്കാവുന്നതാണ്. പക്ഷേ ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്ത് തരത്തൊന്നുമില്ല, വേറെ ട്യൂട്ടോറിയൽ ഉള്ളത് പറയുവാണ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഗിവ് മീ ട്യൂട്ടോറിയൽസ് റിലേറ്റഡ് ടു വെബ് ഡെവലപ്മെൻറ്റ്. HTML CSS ഒക്കെ പഠിക്കാനായിട്ട് W3 സ്കൂളിൻ്റെയും മോസില്ല ഡെവലപ്പർ നെറ്റ്വർക്കിൻ്റെയും ഒക്കെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വരുന്നത്. സോ എനിക്കിപ്പോൾ ഇതിനകത്ത് ഈ ഒരു കോഡ് അക്കാഡമിയുടെ ജാവാസ്ക്രിപ്റ്റ് കോഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇവിടെ കൊടുക്കുന്നു, ഐ വാണ്ട് ടു. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കോഡ് അക്കാഡമി ഓഫേഴ്സ് എ വെറൈറ്റി ഓഫ് ജാവ കോഴ്സ്. പക്ഷേ ഇതിൻ്റെ ലിങ്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിലും ഏറ്റവും താഴെ റെഫറൻസ് ആയിട്ട് നമുക്ക് അതിൻ്റെ ലിങ്ക് തരുന്നുണ്ട്. സോ ആ ഒരു റെഫറൻസിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്, കോഡ് അക്കാഡമിയുടെ ആ ഒരു റെഫറൻസ് ആയിട്ട് വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫ്രീ കോഴ്സ് ലേൺ ജാവ, ലേൺ ടു കോഡ് ഇൻ ജാവ. നമുക്ക് തന്നെ അത് ആ ഒരു കോഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതിനകത്ത് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇതുപോലെ നമുക്ക് മെറ്റാ AI യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് എന്ത് ചോദിക്കണം എന്നുണ്ടെങ്കിലും മെറ്റാ AIയോട് സ്ട്രെയിറ്റ് ചോദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് വാട്സപ്പ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ മെറ്റാ AIനെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ നമ്മുടെ കോൺടാക്ട്സിലുള്ളവരോടൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുന്നത് പോലെ, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചാറ്റ് ചെയ്യുന്ന പോലെ നമുക്കിതാ മെറ്റാ AI ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ ചാറ്റ് ചെയ്യാവുന്നതാണ്. ഇമേജ് ജനറേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റാ AIയോട് ചോദിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alvin, signing out. Goodbye.